ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ സൗന്ദര്യ രഹസ്യമാണ് പൗഡർ. പിന്നെ പൗഡർ ഇടുന്നതാണ് ഇങ്ങനെ. കുറച്ചുകൂടെ കുറഞ്ഞു പോയല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോ കോഴിക്കോട്ടാണുള്ളത്. ഗൈസ്, നമ്മൾ ജീപ്പിലാണ് വയനാട്ടിലോട്ട് പോകുന്നത്. ഗൈസ്, മഴയാണ്. മഴയാണ് ഗൈസ്. നമ്മൾ ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തു. ഗൈസ്, നമ്മളിത് ആ മണ്ട ചെല്ലണം. ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ചെല്ലണം ഗൈസ്. ഗൈസ്, നമ്മൾ മൂന്നാമത്തെ വളവിലാണ് ഇപ്പം. ഇങ്ങനെ പോകുക. ബ്ലോക്കാണ് ഗൈസ്. ബ്ലോക്ക് തുടങ്ങി. നിർത്താനല്ല അജയ്. താഴത്ത് നോക്കിക്കേ. നല്ല രസം ഇറങ്ങല്ലേ. ഹലോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലേ കാണിക്കണ. അപ്പൊ നമ്മുടെ നമ്മൾ ചുരം കയറി കഴിഞ്ഞു. മിന്നൂടെ ചിന്നൂടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർ ഡാഡി വന്നു. ഇത് ഈ സാധനം വാങ്ങാൻ പോയതാണ്. ഈ മാറ്റം ഈശ്വര പോയത് ഗൈസ്, കുറേ ആൾക്കാർ എന്നെ തന്നെ നോക്കുന്നു. ബൈ. വണ്ടി കൂടി ചാടി. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും നമുക്ക് നമ്മുടെ വണ്ടി. മഴ പുറകില് താത്തിട്ടോ. ഭാഗ്യം തന്നെയും അങ്ങോട്ട് ഹോട്ടലിൽ പോണം. ഒരു മീൻ ഈശ്വര, അതാണോ ഡാം? ചാച്ചി, മഴയില്ല അച്ചായി. ബാണാസുരല്ലേ? ഇവിടെ എങ്ങാനും തെന്നി വീഴുവോ? ഇവിടെ ഇപ്പൊ മഴ പെയ്തു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ബാണാസുര ഡാം നമ്മൾ എത്താറായി. മീൻസ് 3.25 മണിക്കൂറും കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പൊ എത്തുമ്പോഴും 2 മിനിറ്റ് വേണ്ട. 2 മിനിറ്റ് വേണ്ട. ഈ വഴിക്കാ പോയെ? ഈ വഴിക്ക് പോയി? ആ വഴിക്കല്ല, ഈ വഴിക്ക് പോയിട്ട് നിങ്ങള് ഈ വഴിക്കാണോ പോയെ? ഞങ്ങൾ എത്തി. നമ്മളീ വഴി സൈക്കിൾ ഓടിച്ചാടുന്നു. പിന്നെ ഇനി ഇതൊക്കെ പറിച്ച്
മടക്കുമ്പോ പന്തല് അപ്പുറത്ത് വീണ്ടും വിരുന്നുകൊണ്ടിട്ടാലോ ഓടിക്കാച്ചേ ഇതാണ് കല്യാണത്തിറക്കൻ. ചിവിട്ട് ഗൈസ് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലോട്ട് പോകണം. ഇവിടെ 3 വീട് അടുപ്പിച്ച. ഫസ്റ്റ് കല്യാണ ചെറുക്കൻ്റെ വീട്, പിന്നെ കല്യാണ ചെറുക്കൻ്റെ അച്ഛൻ്റെ ചേട്ടനാണോ മേ ആനിയൻ്റെ വീട്, അതിയുമ്പോ തറവാട്. 3 വീട് ഇങ്ങനെ അടുപ്പിച്ച. അന്ന് കണ്ടായിരുന്നെന്ന് തോന്നണേ അന്നത്തെ വ്ളോഗില് ഇവിടെ വന്നപ്പോ. ചേച്ചി ചിജാൻഡി ഫംഗ്ഷൻ ആരംഭിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും വെളിയിലോട്ട് ഇറങ്ങിയിരിക്കാം പോരെ. നമുക്ക് എല്ലാവർക്കും പുറത്തോട്ട് ഇറങ്ങിയിരിക്കാം പോരെ. ഇറങ്ങിയിരിക്കാൻ പറയാം. അങ്ങനെ ഇത് ഓഫാ. എല്ലാവരും തുടങ്ങാൻ ഇറങ്ങാൻ റെഡി. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ അത് മതി. പറഞ്ഞോ നമുക്ക് എല്ലാവർക്കും പുറത്തോട്ട് ഇറങ്ങിക്കാം. നമുക്ക് ആരുമായും അരേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ ഇവിടെ നടക്കണേ? ഷീനാന്റിനെയും മിജു അങ്കിളിനെയും മധുരം വെക്കാൻ ശ്രമിക്കുന്നു. അല്ലല്ല അവര് പേരൻസ് കൊടുത്തില്ലല്ലോ. സ്ക്രിപ്റ്റ് ശരിയാക്കണ്ടായിരുന്നു. അടുത്തായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സഹോദരനായ ഷിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്കറിയില്ല ഇതിന്റെ കല്യാണോ? എനിക്കറിയൊന്നുമില്ല. കരയുവാണോ?
ഗർഭിണിയായി ചാച്ചനെയും അമ്മച്ചിയും മമ്മിയും പപ്പയും ഇങ്ങനെ തന്നെ പറയണം. മത്തങ്ങയും കൊണ്ട് ഇത്ര മനോഹരമായ ഒരു മധുരം ഉണ്ടാക്കിയ ജില്ലിവിനേറ്റവും നന്ദിയും മധുരം വെക്കാനായി ഏറെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ആ പിന്നെ ഇതിനോ കഴിച്ചു നോക്ക് കേട്ടോ. വിളിക്കണോ? ഈ മത്തങ്ങ കൊണ്ട് ഇത്ര മനോഹരമായ മത്തങ്ങ കൊണ്ട് ഇത്ര മനോഹരമായ മധുരം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്താ പറയാ, മധുരം വെക്കുന്ന സജ്ജമാക്കി നിനക്ക് ഇഷ്ടമുള്ള പറഞ്ഞ ജിൽവി. മധുരമെപ്പിന് ഇത്ര മനോഹരമായ മത്തങ്ങയിൽ മധുരമെപ്പിന് സുഹൃത്തുക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൊത്തടിച്ചായി മത്തങ്ങ ആർട്ടിസ്റ്റായ ജിൽവൻ ആർട്ടിസ്റ്റായ മത്തൻ ആർട്ടിസ്റ്റായ ജിൽവിനെ മത്തങ്ങയിൽ ഇത്ര മനോഹരമായ മധുരം അലങ്കരിച്ച മത്തൻ ആർട്ടിസ്റ്റായ ജിൽവിനെ പറഞ്ഞു പറയാനേ പേര് പറഞ്ഞു തരണം, നീ വീഡിയോ എടുക്കല്ലേ. ജിൽവിൻ മത്തങ്ങയെ ഇത്ര മനോഹരമായ മധുരം അലങ്കരിച്ച മത്തൻ ആർട്ടിസ്റ്റായ ജില്ലിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കഴിവ് നമുക്ക് ജില്ലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി വിളിച്ചോ ഓരോരുത്തരെ. ആരെയാ പേര്? നിനക്ക് ഡാൻസ് അറിയോ? ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇപ്പഴത്തെ പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ജാടത്തേണ്ടി ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആരെയുണ്ട്. ഒരു കലാതിലകമായാലും കാവ്യമാധവനെ പോലെയോ മഞ്ജുവാരിനെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാനതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. എനിക്ക് ജീവനാണ് പാട്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ. ആ, അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. പാടി. പനി പിടിച്ചു.
വടയിട്ട് ആ കോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തിൽ നിൽക്കണോരാൽമാരത്തിൻ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുനാർ നടുന്നൊരു കാലേ തന്ന് ഓടി നടന്നൊരു പെണ്ണെ. ഗൈസ് ഞങ്ങൾ മടുത്തു. അയ്യോ The next day. നല്ലൊരു കാര്യം നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അതെല്ലാം ഈക്വൽ പ്രൊപ്പോർഷൻ ആയാലേ കേക്ക് ടേസ്റ്റ് ആവുള്ളൂ. അതുപോലെ now we are entering into the wine tossing ceremony. I request you both of you to toss the wine. പെണ്ണിനും മധുരം വെക്കട്ടെ. ചെക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. One eternity later. ഗായ്സ് ഞങ്ങൾ വയനാട്ടിൽ പോയൊക്കെ വന്നു. എന്താ ഞങ്ങൾ വയനാട്ടിൽ പോയിട്ട് വന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ്, മുഹറാണ്. ഇന്ന് 3 മണിക്കാണ് എത്തിയത്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇന്നലെ എല്ലാവരും കൂടെ കോടഞ്ചേരി വീട്ടിലൊക്കെ ആയിട്ട് നിന്നു. കോടഞ്ചേരി വീട്ടിലൊക്കെ ആയിട്ട് നിന്നു. എന്നിട്ട് അവിടുന്ന് പോന്നു. വയനാട്ടിൽ പോയപ്പം എൻ്റെ ഒച്ചയും അവിടെ വെച്ചിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഒച്ച മൊത്തം പോയി. അവിടെ ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ കൊണ്ട് എനിക്ക് അല്ലാണ്ട് നേരത്തെ പനി ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ. അപ്പം അങ്ങനെ ഒച്ചയും പോയി. അപ്പോൾ ബാക്കി ഇൻട്രോയും മര്യാദയ്ക്ക് എടുത്തില്ല, ഔട്ട്രോയും എടുത്തിട്ടില്ല. ഇൻട്രോ ചുമ്മാ അവിടെ ബഹളിയായിരുന്നു വണ്ടി കയറാൻ വേണ്ടി. സമയം പോയായിരുന്നു.
അപ്പം അതിൻ്റെ ഒരു ഇതിന് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇടുവോ? ഓക്കെ ബൈ.